അപ്പോൾ ഇന്ന് തിരുവോണ നാളാണ്. ഞാൻ എഴുന്നേറ്റ് റെഡിയായി. ആദ്യം പൊന്നു റെഡിയാവുന്ന സമയം കൊണ്ട് ഞാൻ വിളക്കൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കുറച്ച് ഒരുക്കങ്ങളൊക്കെ ചെയ്യാമെന്ന് കരുതി. പൊന്നു കണ്ണെഴുതി പൊട്ടും തൊട്ട് റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഐശ്വര്യമായി ഒരുമിച്ചിരുന്ന് വിളക്ക് കൊളുത്തി. ഇനി മുന്നോട്ടുള്ള ജീവിതം ആപത്തൊന്നും കൂടാതെ സന്തോഷമായി സമാധാനമായിട്ട് മുന്നോട്ട് പോകണേ എന്ന് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. ഇങ്ങനത്തെ സ്പെഷ്യൽ ഒക്കേഷനൊക്കെ വരുമ്പോൾ പൊന്നു എല്ലാവരെയും മിസ് ചെയ്യും നാട്ടിൽ. പൊന്നു മാത്രമല്ല ഞാനും. അങ്ങനെ വീഡിയോ കോളൊക്കെ ചെയ്ത് വീട്ടിലെല്ലാവരുമായിട്ട് സംസാരിച്ചു. എല്ലാ പേരും ഓണത്തിൻ്റെയും സദ്യയൊക്കെ ഒരുക്കുന്നതിൻ്റെയൊക്കെ തിരക്കുകളിലാണ് കേട്ടോ. അമ്മയും അപ്പനും അമ്മാമ്മയും മമ്മിയും പപ്പയും എല്ലാവരുമായിട്ട് സംസാരിച്ചു. വിനയ് ജോലി തിരക്കുകളിലൊക്കെയാണ്, കോള് കണക്ട് ആയിട്ടില്ല. എന്തായാലും അവരോടൊക്കെ ഒന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു സന്തോഷം, ഒന്ന് റിലാക്സായി. പൊന്നു ഒന്ന് ആക്റ്റീവായി. ഇന്ന് ഞങ്ങളുടെ അക്കാഡമിയിലെ ഒരു ഗെറ്റ് ടുഗെദറും ഓണസദ്യയൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി റെഡിയായിട്ട് അങ്ങോട്ടേക്കാണ്. രാവിലെ ഒരു പായസമൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതിയാണ്. പിന്നെ എന്തായാലും ഒരു സദ്യക്ക് പോകുമല്ലേ, അപ്പോൾ പായസം പിന്നീടാവട്ടെ എന്ന് കരുതി. ഇവിടെ അബൂമറിൽ ഞാൻ മുന്നേ താമസിച്ചിരുന്ന വില്ലയിൽ വെച്ചിട്ട് തന്നെയാണ് സദ്യയൊക്കെ. മാഷുമാരും മറ്റ് കമ്പനി സ്റ്റാഫ്സും ഫാമിലിയും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. പൊന്നു വളരെ ഹാപ്പിയാണ്. പൊന്നുവിനല്ലെങ്കിലും ഫാമിലി അറ്റ്മോസ്ഫിയറിൽ എല്ലാവരും ഒത്തുകൂടുന്നതും സംസാരിച്ചിരിക്കുന്നതൊക്കെ വലിയ കാര്യമാണ്. എന്തായാലും എല്ലാവരോടൊപ്പം ഇരുന്ന് വിഭവസമൃദ്ധമായിട്ടുള്ള ഒരു ഓണസദ്യയും കഴിച്ചിറങ്ങി ഞങ്ങൾ. സദ്യ കഴിച്ചാൽ പിന്നെ പറയണ്ടല്ലോ, ക്ഷീണമാണ്. നേരെ റൂമിലെത്തിയിട്ട് വേണം ഒന്ന് റെസ്റ്റ് എടുക്കാൻ. യൂബർ കാത്തിരിക്കുന്ന സമയം കൊണ്ട് മുറ്റത്തിരുന്ന് കുറച്ച് ഫോട്ടോസും കൂടി ഞങ്ങൾ എടുത്തു. വീട്ടിലെത്തിയ ഉടനെ ഒരു ഉറക്കമാവാം എന്നായിരുന്നു എൻ്റെ ഒരു പ്ലാൻ. അതിനെയൊക്കെ ഹനിച്ചുകൊണ്ട് അതാ വീണ്ടും ഒരു ഡാൻസ് വീഡിയോ എടുക്കാമെന്നായി പൊന്നു. കഴിച്ചതെല്ലാം ദഹിക്കണ്ടേ എന്നൊരു മറുപടിയും. പിന്നെ ഒന്നും നോക്കില്ല, കുറച്ച് നേരത്തെ പ്രാക്ടീസൊക്കെ ചെയ്ത് ഒരു ഡാൻസ് വീഡിയോ അങ്ങ് എടുത്തു. റെസ്റ്റും എടുത്ത് ഒന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും സമയം വൈകുന്നേരം 7 മണിയായി. രാവിലെ പറഞ്ഞ ആ പായസം പെൻഡിങ് ആണേ, ആ കാര്യം പൊന്നിനെ ഓർമ്മിച്ചപ്പോൾ ശരി ഉണ്ടാക്കിയേക്കാം എന്നൊരു മറുപടിയും വന്നു. എന്നാൽ പിന്നെ ഒരു പായസവും കൂടി കുടിച്ച് ഈ വർഷത്തെ ഓണമങ്ങ് അടിപൊളിയായി അവസാനിപ്പിക്കാമെന്ന് വെച്ചു. പാൽപ്പായസം കുടിച്ച് ഓരോ കാര്യങ്ങളും സംസാരിച്ച് ഞങ്ങൾ അങ്ങനെയായിരുന്നു. ഓർമ്മച്ചിപ്പിൽ സൂക്ഷിക്കാനായി ഒരു ദിവസവും കൂടി. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഒരുപാട് ഇഷ്ടത്തോടെ.